ഇന്നൊരു മീനില്ലാത്തൊരു ഊണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ലഞ്ച് ബോക്സിലും നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തിടാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പൊന്നിയിരണം കേട്ടോ കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ചോറിനാണ് കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വിസിൽ പറഞ്ഞതിന് മുന്നേ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു പ്രഷറിൽ തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഊറ്റിയെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഒരു പൊന്നിയിലേക്ക് വെക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുത്തിട്ട് ഫുള്ളായിട്ട് തന്നെ ഒരു പ്രഷർ ഫുള്ളായിട്ട് റിലീസ് ചെയ്തിട്ട് തുറന്ന് നോക്കണേ. വെന്തിട്ടില്ലാന്നെങ്കിൽ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടൊന്ന് ഊറ്റിയെടുത്താലും മതിയാകും. ഇനി നമുക്കിതാ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു തോരൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളകും, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു സവാള ഒന്ന് അരിഞ്ഞതാണ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്താണ് അതും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അതൊന്ന് നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പൊട്ടറ്റോയിൽ തന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ കാണും. ആ ഒരു ഇതിൽ തന്നെ ഇരുന്ന് കുക്കായിക്കോളും കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് നല്ല രീതിയിൽ തന്നെ ഇരുന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ആ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഒന്നും പൊട്ടിപ്പോകാതെ ഉടഞ്ഞു പോകാത്ത രീതിയിലാണ് നമ്മളത് ഇളക്കി കൊടുക്കാനായിട്ട്. പിന്നെ ഇതാ 1 കപ്പ് തേങ്ങ ചിരകിയത്, 3-4 പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ച് നമുക്ക് ആ ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് 5 മിനിറ്റ് വീണ്ടും ഒരു ലോ ഫ്ലെയിമിലൊന്ന് വെക്കാം. അപ്പോൾ ഇതൊന്ന് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മളിതുപോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പിൻ്റെ കുറവ് അല്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് തോരഞ്ഞൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു തക്കാളി വെളുത്തുള്ളി റെസിപ്പിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും, പിന്നെ ഇതാ 1 ടീസ്പൂണോളം കടുക് ചേർത്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും അതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തത്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തതും ചതച്ചെടുത്താണ്. അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 3 തക്കാളിയാണ് അതും കൂടെ ചേർത്തെടുക്കാം. ആ ഒരു രസത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി ആ ഒരു തക്കാളിക്കൊന്ന് ഉടഞ്ഞു വരണം. നെയ്യ് ഒരു പാകത്തിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി നല്ല കട്ടിക്കൊന്ന് പിഴിഞ്ഞെടുത്താണ് കേട്ടോ. വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് കൈകൊണ്ടൊന്ന് പിഴിഞ്ഞ് നിർത്താനേ. ആ ഒരു പുളിയുടെ വെള്ളവും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് രസത്തിലേക്ക് ആവശ്യമുള്ള വെള്ളമുണ്ട്. ഞാൻ ഇവിടെ ഒരു 3 കപ്പോളം വെള്ളം ചേർത്തെടുക്കുന്നുണ്ട്. ഇത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതിൻ്റെ പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാം കേട്ടോ. ഉപ്പും പുളിയൊക്കെ പാകമാണെന്നുള്ളത് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്തെടുക്കാം. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു അല്പം കൂടെ വെള്ളം ചേർത്താലും മതിയാകും. പിന്നെ ഇതാ കുറച്ച് മല്ലിയില അരിഞ്ഞൊക്കെ ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു രസത്തിന്. പിന്നെ നമുക്കൊരു മുട്ട ഒന്ന് ചിക്കി പൊരിച്ചതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താണ് ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 7-8 മുട്ട എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു സവാള ഒന്ന് ഏകദേശം ഒന്ന് കുക്കായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ്. കുരുമുളകിന് പകരമായിട്ട് പച്ചമുളക് ചേർത്താലും മതി, ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് ചതച്ചാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് ആ ഒരു ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയാൽ മതി. കുറേ സമയം നമ്മളിങ്ങനെ നിരന്തരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല കുഞ്ഞായിട്ടായിപ്പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി ഒന്ന് പൊട്ടിച്ചു കൊടുക്കാനായിട്ടോ. അപ്പോൾ എണ്ണയുടെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മുട്ട ഒന്ന് ചിക്കി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ പൊന്നിയരി ചോറും മുട്ട ചിക്കി പൊരിച്ചതും പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് തോരനും രസം നല്ല കോമ്പിനേഷനാണ്. ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തിടാനും പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് റെസിപ്പിയും കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.